Hi dears, welcome back. അപ്പോൾ ഇന്നത്തെ ഇഫ്താർ റെസിപ്പി വെറൈറ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചിൻ്റെയാണ്. അപ്പോൾ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന സാൻഡ്വിച്ചിൻ്റെ അതേ ഒരു ടേസ്റ്റും കിട്ടുന്നുണ്ട്. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഈ ഒരു സാൻഡ്വിച്ചിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ടുള്ളത് ചിക്കനൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് മാത്രമായിട്ടും അല്ലെങ്കിൽ ഒരു മുട്ട പുഴുങ്ങിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് മിക്സ് ആക്കിയിട്ട് അങ്ങനെ ഫില്ലിങ്സ് ഉണ്ടാക്കിയെടുക്കാം. 3 വിധത്തിലായാലും നല്ല ടേസ്റ്റാണ്. ചിക്കൻ തന്നെ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സാൻഡ്വിച്ച് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സാൻഡ്വിച്ചിലേക്ക് ആദ്യം തന്നെ ഒരു ഡോ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഇളം ചൂടുള്ള 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാലിന് പകരം ഇളം ചൂടുള്ള വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല. നല്ല തിളച്ചിട്ടുള്ള പാലാവരുത്, ഒരു ഇളം ചൂട് മതിയാവും. ഒരുപാട് നന്നായിട്ട് ചൂടായിട്ടുള്ള പാലെടുക്കരുത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈസ്റ്റ് ഒന്ന് പെട്ടെന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അതവിടെ ആക്റ്റീവായി വരുന്ന സമയം കൊണ്ട് കുറച്ച് ചിക്കൻ ഇതിൻ്റെ ഫില്ലിങ്സിലേക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കൻ വേണമെന്നൊന്നുമില്ല കേട്ടോ, ചിക്കനും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കന് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുക്കുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കിയിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഈസ്റ്റ് ആക്റ്റീവ് ആവാൻ വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി വേണ്ടത് 3 കപ്പ് മൈദയാണ്. അപ്പോൾ ഞാൻ അരിച്ചിട്ടാണ് കേട്ടോ മൈദ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ പാലിൻ്റെ മിക്സ് കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള ഒരു അളവ് കറക്റ്റാണ്. 3 കപ്പ് മൈദയിലേക്ക് 1/4 കപ്പ് പാല് കറക്റ്റാണ്. ഇനി അഥവാ പാല് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് മൈദ ചേർത്തിട്ട് മിക്സാക്കി എടുക്കാം. അല്ലെങ്കിൽ പാല് കുറവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം, നേരിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി നന്നായിട്ട് കുഴച്ചെടുത്താലും മതിയാവും. ചെറിയൊരു ലൂസിലാണ് ഈ ഒരു മാവ് വേണ്ടത്. പിന്നെ കുഴച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞാൽ ഇനി മുകൾ ഭാഗത്ത് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അടച്ച് വെച്ച് ഒന്നെങ്കിൽ ഒരു നനഞ്ഞ തുണി മുകളിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നന്നായിട്ട് കവർ ചെയ്തിട്ട് 1 മണിക്കൂർ, ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഇത് പൊങ്ങി വരുന്ന സമയം കൊണ്ട് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു സമയം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോ നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കുഴച്ചിട്ട് പകുതിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി അതിൽ നിന്ന് പകുതി എടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ ഉരുട്ടിയെടുത്തതിന് ശേഷം ചെറിയ ബോൾസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ തൂവി കൊടുത്തതിന് ശേഷം ഓരോ ബോൾസാക്കി എടുത്തിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതുപോലെ ചെറിയ ബോൾസാക്കിയിട്ട് നീളത്തിൽ ചിക്കൻ റോളിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പിലൊന്ന് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നീളത്തിൽ ഉരുട്ടിയെടുത്തിട്ട് കൈയിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് കനത്തിലുണ്ടാവരുത്. വേവിച്ചെടുക്കുമ്പോൾ ഉൾഭാഗമൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടണമെങ്കിൽ ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും എല്ലാതും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു 3 കപ്പ് മൈദ വെച്ചിട്ട് എനിക്ക് ഏകദേശം ഒരു 16 ബോൾസാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു. 16 പിന്നെ സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഡോ വെച്ചിട്ട് 16 ഉണ്ടാക്കിയെടുക്കാം.
അപ്പോൾ എല്ലാതും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ചുരുങ്ങിയതൊരു 10 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതാണ്. ഒന്നും കൂടെ പൊങ്ങി കിട്ടുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഇതിനൊരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. 2 മുട്ട ഒന്നും വേണ്ട കേട്ടോ, ശരിക്ക് ഒരു മുട്ട തന്നെ മതിയാവും. ഞാൻ 2 മുട്ട എടുത്തപ്പോൾ അത്യാവശ്യം ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ ഒരു മുട്ട തന്നെ മതിയാവും. ഒരു മുട്ട പൊട്ടിച്ചിട്ട് നന്നായിട്ട് എടുക്കാം. അപ്പോൾ മുട്ടയുടെ ബാറ്ററിന് പകരമായിട്ട് കുറച്ച് മൈദ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങനെ എടുത്താലും മതിയാവും, ഏതായാലും കുഴപ്പമില്ല. പിന്നെ ഒരു പ്ലേറ്റിൽ കുറച്ച് ബ്രെഡ് ക്രംസ്, ബ്രെഡ് നന്നായിട്ട് പൊടിച്ചെടുത്തതും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി ഇട്ടിട്ടുള്ള ഓരോന്നും ഇതുപോലെ മുട്ടയുടെ ബാറ്ററിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു കൈ വെച്ചിട്ട് മുട്ടയുടെ ബാറ്ററിൽ മുക്കുക, മറ്റേ കൈ വെച്ചിട്ട് വേണം ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ഒന്നാകെ മുട്ടയുടെ ആ ഒരു ബാറ്ററായിട്ട് കട്ടായിട്ട് നിൽക്കും, അപ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടാവില്ല. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ ഇനി ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും ചെയ്തെടുക്കരുത്, ഉൾഭാഗം പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ടാവില്ല. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ മറിച്ചിട്ടിട്ട് 2 ഭാഗവും എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ട് ബ്രൗൺ കളറായി വന്നാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കുക, എന്നാൽ മാത്രമേ കറക്റ്റ് ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇത് നന്നായിട്ട് തന്നെ പൊങ്ങി നല്ല റൗണ്ടായിട്ട് നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടും. അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും നല്ല ബ്രൗൺ കളറായിട്ട് നന്നായിട്ട് പൊങ്ങി കിട്ടിയാൽ ഇനി എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഫില്ലിങ്സിലേക്ക് തൂമ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ടയുടെ വെള്ള, പിന്നെ 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ 1 ടീസ്പൂൺ വിനാഗിരി, പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ പാകത്തിന് ഒരു നുള്ളു ഉപ്പും, പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇവയെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഓയിൽ കട്ടിക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. എനിക്ക് ഏകദേശം 1/2 കപ്പ് ചേർത്തപ്പോൾ തന്നെ അത്യാവശ്യം കട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് കൊടുക്കരുത്, സൺഫ്ലവർ ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കുക, എന്നാൽ മാത്രമേ കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ ഓയിലെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുറച്ച് സമയം അടിച്ചെടുത്താൽ തൂമ് റെഡി. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറിയൊരു ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയൊക്കെ മതിയാവും. ഇനി ഇവയെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കനം കുറഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗം സ്കിപ്പായി പോയതാണ്. പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ പാകത്തിന് ഒരു നുള്ളു ഉപ്പ്, കാരണം തൂമിൽ കുറച്ച് ഉപ്പ് ഉണ്ടാവും, അപ്പോൾ നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി റെഡിയാക്കി വെച്ചിട്ടുള്ള തൂമും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവയെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് സവാളൊക്കെ ഉള്ളത് കാരണം കുറേ നേരത്തെ തന്നെ ഇതുപോലെ മിക്സാക്കി വെച്ചാൽ ചിലപ്പോൾ വെള്ളം ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറേ നേരത്തെ തന്നെ മിക്സാക്കി എടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഏകദേശം സെർവ് ചെയ്യുന്ന കുറച്ച് മുന്നേ ആയിട്ട് മിക്സാക്കി എടുത്താൽ മതിയാവും. എല്ലാം റെഡി ആയിട്ടുണ്ട്, ഇനി സെർവ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ബന്ന് ഇതുപോലെ പകുതിയായിട്ട് ഒരു കത്തി വെച്ചിട്ടൊന്ന് കീറി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് 1 സ്പൂണ് ടൊമാറ്റോ സോസ് ഉൾഭാഗത്തേക്കായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മയോണൈസൊക്കെ ചേർത്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ്സ് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓരോ ബണ്ണും ഇതുപോലെ പകുതിയായിട്ട് കത്തി വെച്ചിട്ടൊന്ന് കീറി കൊടുത്തിട്ട് മുഴുവനായിട്ട് പകുതിയായിട്ട് മുറിച്ചെടുക്കരുത്. ഉൾഭാഗത്ത് ഇതുപോലെ ചെയ്തെടുത്താൽ മതിയാവും, ഫുള്ളായിട്ട് കീറി എടുക്കരുത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ആദ്യം ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ട് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സും വെച്ച് കൊടുക്കാം. പിന്നെ ഫില്ലിങ്സിൽ എരിവും പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് കുരുമുളക് പൊടിയും ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്ത് മിക്സാക്കി എടുത്തതിന് ശേഷം ഉള്ളിൽ ഫില്ല് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഒരു ചിക്കനും ഈ ഒരു ഫില്ലിങ്സ് എല്ലാം കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു സ്നാക്ക് കഴിക്കാനായിട്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഈ ഒരു ബണ്ണും നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.
അപ്പോൾ നല്ല അടിപൊളി ഇഫ്താർ സ്നാക്കുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.